ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജയബാൽസുകുമാരൻ. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി വളരെ സ്പെഷ്യലായിട്ടുള്ള, വളരെ ഇതുവരെ നിങ്ങൾക്ക് ആർക്കും കിട്ടിയിട്ടില്ലാത്ത ഒരു അളവുകളും ഡീറ്റെയിൽസും ആയി ഒരു പുതിയ മിനിയേച്ചറിൻ്റെ, എൻ്റെ തന്നെ പുതിയൊരു ഓർഡർ വർക്കാണ്. അതിൻ്റെ ഒരു അളവുകളും ഡീറ്റെയിൽസും വെച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. ഈ വീഡിയോയ്ക്ക് മറ്റൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഈ ഒരു വണ്ടി, ഈ ഒരു ബസ് മിനിയേച്ചറിൻ്റെ അളവുകളോ ഡീറ്റെയിൽസോ നിങ്ങൾക്ക് കിട്ടാനും ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ വഴിയോ മറ്റേതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം വഴിയോ കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിക്കുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇത് ഞാൻ ഒരു ഓർഡർ വർക്കായിട്ട് ചെയ്യുന്നൊരു വർക്കാണ്. അപ്പോൾ ഈ ഒരു ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് എനിക്ക് തോന്നി നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യണം തോന്നിയുകൊണ്ടാണ് ഞാൻ ചെയ്യുന്ന അളവുകളും ഡീറ്റെയിൽസും വെച്ചുകൊണ്ട് ഇങ്ങനൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനോടുകൂടി കൃത്യമായി കാണുക. അത് നോട്ട് ചെയ്ത് വെക്കുക. അതിലുള്ള അളവുകൾ ഡീറ്റെയിൽസും നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്കും ഇതുപോലെ തന്നെ ഒരു മിനിയേച്ചർ വർക്ക് ചെയ്യാൻ പറ്റും. കാരണം ഈ വണ്ടി അത്രയേറെ സ്പെഷ്യലായിട്ടുള്ള ഒരു ബസ്സാണ്. നിങ്ങളിൽ പലർക്കും ചിലപ്പോൾ ഇപ്പോഴുള്ള ഒരു യുവതലമുറ ഈ വണ്ടി ഒരു ഗൂഗിളിൽ കൂടെ ഒരു സെർച്ച് ചെയ്തിട്ട് ഫോട്ടോ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അതുപോലൊരു ബസ്സാണ്. അത്രയും മുതുമുത്തച്ഛനായ പഴയ ഒരു മോഡൽ വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഈ വണ്ടി നിങ്ങൾക്ക് നിർമ്മിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, മിനിയേച്ചറായിട്ട് നിർമ്മിക്കാൻ താല്പര്യമുള്ള എല്ലാവർക്കും ഈ അളവും ഡീറ്റെയിൽസും ഈ വീഡിയോയും പ്രയോജനപ്പെടും എന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. പക്ഷേ വീഡിയോ കാണുന്നതിന് മുൻപ് എൻ്റെ വീഡിയോ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുക. ആ ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തുകയാണെങ്കിൽ നമുക്ക് ഇനിയുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. ഞാൻ ഒരുപാട് വീഡിയോസ് മിനിയേച്ചറിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. ഉപകാരപ്രദമായ വീഡിയോസാണ്. അതുകൊണ്ട് കണ്ട് വിലയിരുത്തി നിങ്ങളുടെ കമൻസും അഭിപ്രായങ്ങളും പറയുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പ് കാണിക്കാൻ പോകുന്ന വണ്ടിയുടെ ഒരു ഫോട്ടോ ഡീറ്റെയിൽ ഇപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് കാണിക്കാം. ഈ ഒരു പിക്ചറാണ് അതിൻ്റെ ആധാരം. ഈ വണ്ടിയാണ് നമ്മൾ ചെയ്യുന്നതും ഇപ്പോൾ നിങ്ങൾക്കായിട്ട് ഈ വീഡിയോയിലൂടെ അളവുകൾ ഡീറ്റെയിൽസുകൾ പറയുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടി കണ്ടിട്ടുള്ളവരും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഓർമ്മകളോ ഉള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ വീഡിയോ കണ്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ, വളരെ സിമ്പിളാണ് കേട്ടോ. ഇത് വളരെ സിമ്പിളാണ്. വലിയ ഒരു കഴിവോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നിങ്ങൾക്ക് അത്യാവശ്യം ചെറിയൊരു മേക്കിങ്ങോ കാര്യങ്ങളോ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു മോഡൽ വണ്ടി വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഈ ഒരു അളവുകളും ഡീറ്റെയിൽസും നിങ്ങൾക്ക് കിട്ടിയാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഡീറ്റെയിൽ ഇടുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ കയ്യിലൊരു ബസ്സുണ്ട്. ഈ ഒരു ബസ് മിനിയേച്ചർ നമ്മൾ പെയിൻറ്റിങ്ങിന് തൊട്ട് മുൻപാണ് നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ അവതരിപ്പിക്കുന്നത്. ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ കൃത്യമായ സ്കെയിൽ അളവുകളാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ കണ്ട് ഇതേപോലെ ഒരു മിനിയേച്ചർ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇത് നോട്ട് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിലേക്ക് നിങ്ങൾക്കിത് ട്രാൻസ്ഫർ ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, അപ്ഡേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ ഇത് ചെയ്യുന്ന അളവ് 13 സെൻറ്റിമീറ്റർ വീതിയിലാണ്. വീതി ആണ് 13 സെൻറ്റിമീറ്റർ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള അളവുകളാണ് ഞാൻ പറയുന്നത്. ഇത് നിങ്ങൾക്ക് മറ്റ് വലിയ അളവുകളിലേക്ക്, വലിയ വീതിയിലേക്കും അല്ലെങ്കിൽ ചെറിയ വീതിയിലേക്കും മാറ്റിക്കൊണ്ട് ഷിഫ്റ്റ് ചെയ്യാവുന്ന രീതിയിൽ എങ്ങനെ ചെയ്യണോ അതും കൂടെ ഞാൻ അതിൻ്റെ ഫോർമുലയും കൂടെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വർക്ക്, നിങ്ങൾക്ക് വേണ്ടി വീഡിയോ കാണിക്കാൻ പോകുന്ന വർക്കും കൂടെ ഒന്ന് കാണിക്കാം. ഇതാണ് നമ്മുടെ ആ ഒരു വർക്ക്. ഇത് നിങ്ങളിൽ എത്ര പേരിത് കണ്ടിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. കാരണം നമ്മുടെ പഴയ മോഡൽ ഒരു മെഴ്സിഡസ് ബെൻസിൻ്റെ പഴയകാല വണ്ടിയാണ്. ജർമ്മൻ സംഭവമാണ്. ഇത് നമുക്ക് ഇന്ത്യയിൽ വന്ന് അത് ടാറ്റ അസംബിൾ ചെയ്തിട്ടാണ് നമുക്ക് ഇത് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടി റയർ പീസാണ്. ഇപ്പോൾ നമ്മുടെ ഇടുക്കി ജില്ലയിലെ, കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ രാജകുമാരി എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ MGM എന്നൊരു കോളേജുണ്ട്. ആ കോളേജിലെ സ്റ്റുഡൻസിന് വേണ്ടി ഇതേപോലൊരു പഴയ KSRTC ബസ് അവർ അവിടെ മുതുമുത്തച്ഛൻ, ബസ് മുത്തച്ഛൻ എന്നുള്ള പേരിൽ അവരവിടെ സൂക്ഷിച്ചിട്ടുണ്ട് ഒരു ഓർമ്മയ്ക്കായിട്ട്. അപ്പോൾ അതിൻ്റെ ചില പിക്ചറുകളൊക്കെ വെച്ചുകൊണ്ടാണ് എനിക്ക് ഒരു ഓർഡർ എനിക്ക് കിട്ടിയത്. അങ്ങനെ നമ്മളിത് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ആ ഒരു പഴയ മെഴ്സിഡസ് ബെൻസ് മോഡല് വണ്ടി. അതിൻ്റെ സ്ട്രക്ചറാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്.
ഓക്കെ, ചേസ് ചെയ്തിട്ടുണ്ട്. ചേസ് ഇതിലേക്ക് കയറ്റിയില്ല. ഇത് പെയിൻറ്റിങ്ങിന് മുമ്പായിട്ട് ഞാൻ ഇന്ന് അളവുകൾ ഇടാൻ വേണ്ടി എടുത്തിരിക്കുന്നതാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ വണ്ടി. അപ്പോൾ ഇതിൻ്റെ മോഡലും ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാനിപ്പോൾ പറഞ്ഞു. ഈ ബസ് നിങ്ങൾക്ക് മിനിയേച്ചർ വർക്കായിട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. വളരെ സിമ്പിളായിട്ടുള്ള വണ്ടിയാണ്. കാരണം ഒരുപാട് ഡീറ്റെയിലിങ്ങോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇതിൻ്റെ ഷേപ്പാണ് ഈ വണ്ടിയുടെ പ്രത്യേകത. ഈ വണ്ടിയുടെ ഒരു മോഡൽ ഷേപ്പ് ഉണ്ട്. പഴയ കാലത്തെ ഒരു ഏകദേശം ഇതുണ്ട്. ഫ്രണ്ടിലെ ലുക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒരു കൂർത്തിട്ട് നമ്മുടെ ബോട്ടിൻ്റെയൊക്കെ ഫ്രണ്ട് പോലെ ഇരിക്കും. അങ്ങനെ ഒരു ലുക്ക്. പിന്നെ ഇവിടുത്തെ ഈ ഒരു കൗളിൻ്റെയൊക്കെ പൊക്കം വളരെ കൂടുതലാണ്. വണ്ടിയുടെ പൊക്കം കുറവാണ്, എന്നാൽ കൗളിൻ്റെയൊക്കെ പൊക്കം കൂടുതലാണ്. ഗ്ലാസിൻ്റെ പൊക്കം കുറവാണ്. ഇങ്ങനെയൊക്കെ ഒത്തിരി പ്രത്യേകതകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കൊക്കെ ഒരു പ്രത്യേക ഷേപ്പാണ്. ഫുൾ കർവ്ഡാണ്. ഇതുണ്ടോ, ഇവിടെ എല്ലാം കർവ്ഡാണ്. ഒരു ഉരുണ്ട ഷേപ്പാണ് നമുക്ക് ഇരിക്കുന്നത്. പിന്നെ ഷട്ടറിൻ്റെ ഒക്കെ വലുപ്പം കുറച്ചുകൂടെ നീളമാണ് കൂടുതൽ, പൊക്കമല്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇത് നമ്മൾ ആ ഒരു ബസ് മോഡലിൻ്റെ കറക്റ്റ് സ്കെയിലെടുത്ത് ചെയ്തിരിക്കുന്ന ഒരു അളവാണിത്. അപ്പോൾ ഇതിൻ്റെ അളവും ഡീറ്റെയിൽസും നിങ്ങൾക്കായിട്ട് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഞാൻ ആദ്യമേ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ 13 സെൻറ്റിമീറ്റർ വീതി, ഇതാണ് വീതി 13 സെൻറ്റിമീറ്റർ. ഈ 13 സെൻറ്റിമീറ്റർ വീതിയിലാണ് ഞാൻ ഈ ബസ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ 13 സെൻറ്റിമീറ്റർ വീതിയും അതിനനുസരിച്ച് നീളവും എടുത്തുകൊണ്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൃത്യമായ 13 സെൻറ്റിമീറ്റർ അളവുകളാണ് ഞാൻ ഇതിൻ്റെ അകത്ത് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഒരു വണ്ടി നിങ്ങൾക്ക് ഏത് വീതിയിലേക്കും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ചിലർക്ക് കുറച്ചുകൂടെ ചെറുത് മതിയായിരിക്കും, ചിലർക്ക് കുറച്ചുകൂടെ വലുത് വേണമായിരിക്കും. എങ്ങനെ നിങ്ങൾ ചെയ്യുന്നോ അതിന് അനുസരിച്ച് നമുക്ക് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിനായിട്ട് ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇതിപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നത് 13 സെൻറ്റിമീറ്ററാണ്. ഈ 13 സെൻറ്റിമീറ്റർ വീതിയിൽ ചെയ്യുന്ന വണ്ടിയെ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു 15 സെൻറ്റിമീറ്റർ വീതി, അതായത് ഇതിനേക്കാളും കുറച്ചും കൂടി വീതിയിൽ 15 സെൻറ്റിമീറ്ററിലാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ 15നെ 13 കൊണ്ട് ഹരിക്കുക. അതായത് 15 ഹരിക്കണം 13 ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 15 ഹരിക്കണം 13 വെക്കുമ്പോൾ നിങ്ങൾക്ക് 1.15, അതായത് 1.15 എന്നൊരു അളവാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാനിതിൽ പറയുന്ന 13 സെൻറ്റിമീറ്ററിൻ്റെ എല്ലാ അളവുകളെയും, ഇതിൽ പറയുന്ന എല്ലാ അളവുകളെയും, അത് 13 സെൻറ്റിമീറ്ററിൻ്റെ അളവാണ്. നിങ്ങൾ ആ പറയുന്ന എല്ലാ അളവുകളെയും നിങ്ങൾ 1.15 എന്ന ആ സംഖ്യ കൊണ്ട് ഗുണിക്കുക, അതായത് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും 15 സെൻറ്റിമീറ്റർ വീതിയിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള അളവുകൾ. ഇനി ഒരുപക്ഷെ നിങ്ങൾക്ക് ഇതിലും ചെറിയൊരു അളവിൽ, അതായത് 13 എന്നുള്ളത് നിങ്ങൾ മാറ്റി ഒരു 11 സെൻറ്റിമീറ്ററിലാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 11 ഹരിക്കണം 13 ചെയ്യുക. അപ്പോൾ നമുക്ക് 11 ഹരിക്കണം 13 എന്ന് പറയുമ്പോൾ 11 ഹരിക്കണം 13 അടിച്ചാൽ നമുക്ക് 0.85 എന്നൊരു സംഖ്യയാണ് കിട്ടുന്നത്. അപ്പോൾ ആ 0.85 കൊണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ള 13ൻ്റെ അളവുകളെ ഗുണിച്ചാൽ നിങ്ങൾക്ക് 11 സെൻറ്റിമീറ്റർ വീതിയിൽ ചെയ്യേണ്ട അളവുകൾ കിട്ടും. ഇതുപോലെ 11, 13, 15, 17 അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള, ഞാനിതൊരു കോൺസ്റ്റൻ്റ് പറയുന്നതേ ഉള്ളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു വണ്ടിയെ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അളവുകളും ഡീറ്റെയിൽസിലേക്ക് കടക്കാം. കൃത്യമായിട്ടുള്ള അളവാണ് ഇത്. നിങ്ങൾ നോട്ട് ചെയ്ത് കൃത്യമായിട്ട് വെക്കുക, എഴുതിയെടുക്കുക, ഒരു സ്കെച്ച് ചെയ്ത് നോക്കുക. എന്നിട്ട് മാത്രമേ നിങ്ങൾ ഇതിനെ ചെയ്യാൻ ശ്രമിക്കാൻ പാടുള്ളൂ. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞതെല്ലാം ശ്രദ്ധിച്ച് കേട്ടല്ലോ. ഇനി വേണ്ടത് കൃത്യമായിട്ട് നമുക്ക് 13 സെൻറ്റിമീറ്റർ വീതിയിലുള്ള ഈ ഒരു മെഴ്സിഡസ് ബെൻസിൻ്റെ പഴയകാല ആ ഒരു മുതുമുത്തച്ഛൻ ബസ്സിൻ്റെ നമുക്ക് അളവുകൾ വെച്ചുകൊണ്ട് നമുക്ക് മിനിയേച്ചർ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് ആദ്യം അറിയേണ്ടത് 13 സെൻറ്റിമീറ്റർ വീതി എന്ന് ഞാൻ പറഞ്ഞു.
ഇനി ഇതിൻ്റെ കൃത്യമായ ബാക്ക് ടു ഫ്രണ്ട്, അതായത് ഫ്രണ്ട് ബമ്പർ ടു ബാക്ക് ബമ്പർ വരെയുള്ള കംപ്ലീറ്റ് നീളം എന്ന് പറയുന്നത് 45 സെൻറ്റിമീറ്ററാണ് നമ്മുടെ ഈ 13 സെൻറ്റിമീറ്റർ വീതിയിൽ നിങ്ങൾക്ക് എടുക്കേണ്ടത്. ഓക്കെ, അപ്പം 45 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ഫുൾ ലെങ്ത് ആണ് വരുന്നത്, ഫുൾ ഫ്രണ്ട് ടു ബാക്ക്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ചെയ്യാനുള്ള ഒരു മെത്തേഡും കൂടെയാണ് ഞാൻ പറയുന്നത്. ഞാനിതിൻ്റെ മേക്കിംഗ് വീഡിയോ അല്ല കാണിക്കുന്നത്, ഇതിൻ്റെ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഈസി മെത്തേഡാണ് പറയുന്നത്. അപ്പോൾ അതിൽ നോക്കുമ്പോൾ നമ്മൾ ആദ്യം ഞാനിത് ചെയ്ത മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഇതിൻ്റെ ഒരു സൈഡ് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സൈഡ് എന്ന് പറയുമ്പോൾ ഈ കർവായിട്ട് ബാക്കും ഈ കർവായിട്ട് ഫ്രണ്ടും അത് ഒഴിച്ച് നമുക്ക് ഒരു ലെങ്ത് ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഇതാ ഇവിടെ ഒരു വെള്ള ലൈൻ കണ്ടോ, ഈ വെള്ള ലൈൻ ഒരു സ്ട്രിപ്പാണ്. ഈ സ്ട്രിപ്പ് ടു ഇതാ ഇവിടെ ഒരു സ്ട്രിപ്പുണ്ട്, ഫ്രണ്ടിലെ കൗളത്ത് തുടങ്ങുന്ന ആ ഒരു കവറിങ് കർവഡായിട്ട് പോകുന്ന പോർഷനിൽ വരെ എത്തുന്നത്. അതായത് ഈ ഒരു ഫ്രണ്ട് ഗ്ലാസിൻ്റെ ശരിക്കും പറഞ്ഞാൽ ക്വാർട്ടർ ഗ്ലാസ് ആണ്, ആ ക്വാർട്ടർ ഗ്ലാസിൻ്റെ പകുതി വരെയൊക്കെയുള്ള ലെങ്ത്. അപ്പോൾ ഇവിടെ നിന്നും ഇവിടം വരെ ഉള്ള കംപ്ലീറ്റ് ലെങ്ത് എന്ന് പറയുന്നത് 41.5 സെൻറ്റിമീറ്റർ ലെങ്ത്താണ് വരുന്നത്. 41.5 സെൻറ്റിമീറ്ററിൽ നീളവും പൊക്കം എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക, പൊക്കം എന്ന് പറയുന്നത് ഇവിടെ നിന്നും ഇവിടം വരെ 6.5 സെൻറ്റിമീറ്റർ, അതായത് അടിയിൽ നിന്ന് ഷട്ടർ വരെ 6.5 സെൻറ്റിമീറ്ററും നമ്മുടെ ഷട്ടറിൻ്റെ പൊക്കം എന്ന് പറയുന്നത് 3.1 സെൻറ്റിമീറ്ററും അവിടെ നിന്നും ഒരു 0.5 അതായത് 5 mm കൂടെ എടുത്താൽ നമുക്ക് കറക്റ്റ് 3.6 ഇവിടെയും താഴോട്ട് 6.5, അപ്പം 3.6 പ്ലസ് 6.5 എന്ന് പറഞ്ഞാൽ 10.1 സെൻറ്റിമീറ്ററിൻ്റെ പൊക്കവും 41.5 സെൻറ്റിമീറ്ററിൻ്റെ നീളവുമുള്ള 2 സൈഡ് പീസുകളാണ് ഞാൻ ആദ്യം വരച്ച് വെട്ടിയെടുത്തിരിക്കുന്നത്. അപ്പോൾ അത് വെട്ടുന്നതാണ് ഇതിൻ്റെ ഫസ്റ്റ് പ്രോസസ്സ്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ വെട്ടിയെടുത്തിട്ട് അതിൽ ഷട്ടർ വെട്ടുക. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ ഈ ഇവിടെ 0.5 ഉള്ളൂ. അപ്പോൾ ഈ ഷട്ടർ കഴിഞ്ഞിട്ട് ഈ 0.5 നമ്മൾ ചിലപ്പോൾ കട്ട് ചെയ്യുമ്പോൾ പൊട്ടാനോ അല്ലെങ്കിൽ പൊട്ടിപ്പോകാനോ ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ ഈ 0.5 എന്നുള്ളത് ഈ ലാസ്റ്റ് എടുത്താൽ മതി. അതായത് നമ്മൾ 10.1 ആണല്ലോ ഒരു സൈഡിൻ്റെ, അപ്പോൾ 2 സൈഡ് വരുമ്പോൾ 10.1 പ്ലസ് 10.1 പറയുമ്പോൾ 20.2 സെൻറ്റിമീറ്റർ ഹൈറ്റും 41.5 സെൻറ്റിമീറ്റർ നീളവുമാണ് ഒരു സ്ക്വയർ 4x ഷീറ്റ് എടുക്കുക. അതിലാണ് നമ്മളിത് വരയ്ക്കുന്നത്. വരച്ചേച്ച് നമ്മൾ ഈ ഷട്ടറുകളെല്ലാം 2 സൈഡിൻ്റെയും ഷട്ടറുകൾ വരച്ചേച്ച് വെട്ടിയിട്ട് അതെല്ലാം വെട്ടി എടുത്തതിന് ശേഷം നമ്മളിതിനെ ഈ 0.5 ലൈനിൽ കട്ട് ചെയ്തിട്ട് 2 പീസാക്കിയാൽ മതി. അതായത് 2 സൈഡിൻ്റെ 2 പീസാക്കിയാൽ മതി. അല്ലെങ്കിൽ ഇതിവിടെ ഇത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. അതൊരു ട്രിക്ക് പറഞ്ഞതന്നേ ഉള്ളൂ. ഇനി അടുത്തത് പൊക്കം നമ്മൾ പറഞ്ഞു. ഇനി ഇവിടെ നിന്നും ഇവിടെ വരെ ഇതൊരു ടോപ്പ് ഒറ്റ പീസാണ്. ഇത് ഇവിടുന്ന് കർവ് ആയി വന്ന് 2 സൈഡിലോട്ടും കർവായി ടോപ്പ് പരന്ന് വരുന്ന രീതിയിലാണ്. ഇതിൻ്റെ അളവ് ഞാൻ പറയാം, പക്ഷെ അതിനു മുമ്പ് നമുക്ക് സൈഡിലെ ഈ ഒരു ഡീറ്റെയിൽസ് കിട്ടണം. അപ്പോൾ ഇത് നമുക്ക് ഈ ഡോർ സൈഡിലെ, അതായത് ഡ്രൈവർ സൈഡല്ല ഡോർ സൈഡിലെ ഷട്ടറിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് ഞാൻ പറയാം. അപ്പോൾ അതിൽ ഓരോ ഷട്ടറിൻ്റെയും ഒരു വിഡ്ത്ത്, അതായത് കനം എന്ന് പറയുന്നത് 0.4 mm ആണ്. അതായത് 4 mm ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. 0.4 സെൻറ്റിമീറ്റർ, അതായത് നമുക്ക് 4 mm ആണ് വരുന്നത് ഓരോ ഷട്ടറിൻ്റെയും. ഇനി ആദ്യത്തെ ഒരു ഷട്ടറിൻ്റെത് നമുക്ക് 2.8 സെൻറ്റിമീറ്റർ ആണ്. ഈ ഒരു ഫസ്റ്റ്, അതായത് അപ്പുറത്ത് വരുമ്പോൾ ഡ്രൈവർ സൈഡ് വരുന്ന ഷട്ടർ അത് 2.8, അടുത്തത് 2.5. പിന്നെ ശ്രദ്ധിക്കേണ്ടത് 1, 2, 3, 4, 5, 6 ഷട്ടറുകൾ കറക്റ്റ് 4.2 സെൻറ്റിമീറ്ററാണ് ലെങ്ത് വരുന്നത്. എല്ലാ ഷട്ടറുകളുടെ പൊക്കം 3.1 ആണ്. ഇതിൽ ഈ 6 ഷട്ടറുകൾ, ഡോറ് വരെ വരുന്ന 6 ഷട്ടറുകൾ 4.2 ആണ്. ഇത് കഴിഞ്ഞിട്ട് ഓരോന്നിനിടയ്ക്ക് 0.4ൻ്റെ സ്ട്രിപ്പ്, അതായത് നമ്മുടെ കുത്തുകാല് എന്ന് പറയുന്ന പീസ് വരുന്നത്. അപ്പോൾ 2.8, 2.5, 4.2, 4.2, 4.2, 4.2, 4.2, 4.2. ഓക്കെ, അതിനിടയ്ക്കെല്ലാം ഷട്ടറിൻ്റെ ഇടപ്പീസുകൾ. അപ്പോൾ നമുക്ക് ഇത്രയും ലെങ്ത് കിട്ടുന്നു. അവിടുന്ന് ഒരു 3.6ൻ്റെ ഡോറ്, അത് കഴിഞ്ഞാൽ വീണ്ടും ഒരു 0.4ൻ്റെ നമ്മുടെ ഇത് കുത്തുകാല്, അത് കഴിയുമ്പോൾ 1.5 സെൻറ്റിമീറ്റർ വീതിയിൽ ഈ ഒരു ഷേപ്പിൽ വരുന്ന ഒരു ക്വാർട്ടർ ഗ്ലാസ് ആണ് ഇതിന് വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു വെള്ള സ്ട്രിപ്പ് തൊട്ട് ഈ ഫ്രണ്ടിലെ വെള്ള സ്ട്രിപ്പ് വരെ 41.5 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞു. അതെങ്ങനെയാണ് ആ കണക്ക് ശരിയാവുന്നതെന്ന് പറഞ്ഞുതരാം. നമ്മുടെ അളവ്
ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി ഞാൻ ഒന്നുകൂടെ ക്ലിയർ ചെയ്ത് പറയാം. അതായത് നമ്മുടെ ഫ്രണ്ട് ഓവർഹാങ് എന്ന് പറയുന്നത് ഈ ഒരു വീൽ ആർച്ചിൻ്റെ സെൻറ്റർ അവിടെ നിന്നും ഫ്രണ്ട് കൗള് വരെ ഉള്ളതാണ്. ഫ്രണ്ട് കൗൾ എന്ന് പറയുമ്പോൾ ഈ ഒരു അല്പം കൂർത്തിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ ഒരു എഡ്ജാണ് തള്ളി നിൽക്കുന്നത്, ഫ്രണ്ടിലെ സെൻറ്റർ പോർഷൻ. അപ്പോൾ അവിടെ വരേക്കും നമുക്ക് കറക്റ്റ് 6.5 സെൻറ്റിമീറ്ററാണ് വരുന്നത് ഫ്രണ്ട്. അവിടെ നിന്നും വീൽ ആർച്ച് നമുക്ക് എടുത്തിരിക്കുന്നത് വീൽ ബേസ് എടുത്തിരിക്കുന്നത് നമുക്ക് വന്നിരിക്കുന്നത് 26 സെൻറ്റിമീറ്ററാണ്. ഇവിടെ നിന്നും ഇവിടെ വരെ, അതായത് ഈ ബാക്ക് വീൽ സെൻറ്റർ ടു ഫ്രണ്ട് വീൽ സെൻറ്റർ വരെ 26 സെൻറ്റിമീറ്ററും അവിടെ നിന്നും ബാക്കിലേക്ക് നമുക്ക് ടോട്ടൽ വരുന്നത് 12.5 സെൻറ്റിമീറ്ററുമാണ്. ഇവിടെ നിന്നും ഈ റിയർ ഓവർഹാങ് എന്ന് പറയുന്നത് 12.5 സെൻറ്റിമീറ്റർ ബാക്ക് വരെ, അതായത് ബാക്കിൽ അറ്റം വരെ, ലാസ്റ്റ് നമ്മുടെ പോർഷൻ വരെ. അപ്പോൾ അതിൽ നമ്മൾ അങ്ങനെ കൂട്ടുമ്പോൾ വരുന്നതാണ്, നമുക്ക് ഒന്ന് കൂട്ടി നോക്കാം. 6.5 പ്ലസ് നമുക്ക് 26 പ്ലസ് 12.5, അപ്പോൾ നമുക്ക് കിട്ടുന്നത് 45 വരും. അപ്പോൾ നമ്മുടെ കണക്ക് കറക്റ്റായി. 45 സെൻറ്റിമീറ്ററിൻ്റെ ലെങ്ത്ത് കൊണ്ട് 3 പീസാക്കി ഡിവൈഡ് ചെയ്ത പോർഷനാണ് ഞാൻ പറഞ്ഞത്. ഇനി അതിൽ തന്നെ നിങ്ങൾക്ക് അളവുകൾ കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒന്നുകൂടി ഒരു സൈഡിൻ്റെ ഡീറ്റെയിൽ പറയാം. ഈ 2.8 ഷട്ടറും ഒരു 0.4 കുത്തുകാലും അത് കഴിഞ്ഞാൽ 2.5 അടുത്ത ഷട്ടറും കഴിഞ്ഞാൽ ഈ കുത്തുകാല് തുടങ്ങുന്നതിന് മുൻപ് തൊട്ട് ഈ ഡോറിൻ്റെ കുത്തുകാലിൻ്റെ എൻഡ് വരെ, അതായത് ഡോറിൻ്റെ ഉൾഭാഗം വരെ നമുക്ക് കറക്റ്റ് 28.2 സെൻറ്റിമീറ്റർ കിട്ടണം. അപ്പോൾ ആ 28.2 എന്ന് പറയുന്നത് ഇതാ ഇവിടെ നിന്നാണ്, ഇവിടെ നിന്നും ഇവിടം വരെ. ഓക്കെ, അത് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്നും പിന്നെ ബാക്കിലേക്ക് കറക്റ്റ് 8 സെൻറ്റിമീറ്ററാണ്. ഇവിടെ നിന്ന് ഈ ഡോറിൻ്റെ എഡ്ജിൽ നിന്ന് 8 സെൻറ്റിമീറ്ററാണ് മൊത്തം. അതിൽ തന്നെ ഈ ഒരു ബാക്ക് ഗ്ലാസ് വരെ നമുക്ക് പോകേണ്ടത് 6.3 സെൻറ്റിമീറ്ററാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട്. അപ്പോൾ ഈ 6.3 അതിൽ നിന്ന് ബാക്കി 8 എന്ന് പറയുമ്പോൾ ബാക്കി 2.3 ആയിരിക്കും ഇവിടെ നിന്ന് ബാക്കിയുള്ള ആ ഒരു കർവ് പീസിൻ്റെ സൈസ് എന്നർത്ഥം. ഓക്കെ, ഇനി അതുപോലെ വീലാർച്ച്, ഈ വീലാർച്ചിൻ്റെ ഇടയ്ക്ക് വരുന്ന ഈ ഒരു ലെങ്ത്ത്, ഈ എഡ്ജ് ടു ഈ എഡ്ജ് വരേക്കും നമുക്ക് 19.8 സെൻറ്റിമീറ്റർ നീളമാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് സൈഡിൻ്റെ പോർഷനിൽ കഴിഞ്ഞു. അപ്പോൾ നമ്മളങ്ങനെ 2 സൈഡ് വെട്ടുക കറക്റ്റായിട്ട്. ഞാൻ പറഞ്ഞ പോലെ വെട്ടി കഴിഞ്ഞതിന് ശേഷം മാത്രം രണ്ടിനെ ഡിവൈഡ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ 2 പീസായി. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷനാണ്. ഫ്രണ്ട് പോർഷനിൽ കൂടുതൽ അളവുകളൊന്നുമില്ല. ഈ ഒരു 6.5 തന്നെയാണ് ഇവിടെയും വരുന്നത് ഫ്രണ്ട് കൗളിൻ്റെ പൊക്കം. പക്ഷേ ഇതിൽ ഗ്ലാസിൻ്റെ പോർഷൻ വരുമ്പോൾ ഇവിടെ 2.8 സെൻറ്റിമീറ്റർ ഹൈറ്റും ഇവിടെ 2.5 സെൻറ്റിമീറ്റർ ഹൈറ്റും ആണ് വരുന്നത്. ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് 5.2 ആണ്. ഒരു ഗ്ലാസിൻ്റെ നീളം, ഫ്രണ്ട് വിൻഷീൽഡിൻ്റെ നീളം. പക്ഷേ ഈ ഗ്ലാസ് ഇരിക്കുന്നത് കണ്ടോ, ഇങ്ങനൊരു ഷേപ്പിലാണ്, ഇങ്ങനെ ചെരിഞ്ഞ് ഇങ്ങനെ വന്നിട്ടാണ്. ആ ഒരു സൈസിലാണ് അത് വെക്കേണ്ടത്. അതുപോലെ ഇതിൻ്റെ ടോപ്പ് ശരിക്കും ഒരേ ലെവലാണ്. പക്ഷേ ബോട്ടം വരുമ്പോൾ ഒരു ഇങ്ങനെ ബോട്ടിൻ്റെ ഷേപ്പ് പോലെ ഇങ്ങനെ കയറി ഇറങ്ങിയ ആണോ, സെൻറ്റർ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ആണോ, ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമ്മുടെ ഫ്രണ്ട് ഗ്രില്ല്, ഈ ഒരു ഗ്രില്ല് നെറ്റ് വരുന്ന ഈ ഒരു ഗ്രിൽ പോർഷനിൽ ഈ ഒരു സ്ക്വയർ കണ്ടു. അതായത് നമുക്ക് ഈ ഒരു പീസ് എടുക്കാം. ആ പീസ് എടുക്കുന്നതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 5.4 സെൻറ്റിമീറ്റർ വീതിയും 5.8 സെൻറ്റിമീറ്റർ പൊക്കമാണ്. ബമ്പറിൻ്റെ ടോപ്പ് വരെയാണ് പറയുന്നത്, ബമ്പർ വെച്ചിട്ടില്ല, ബമ്പറിൻ്റെ ടോപ്പ് വരെ. അപ്പോൾ അതിൽ വരുന്ന ഗ്രില്ല്, ആ ഗ്രില്ലിൻ്റെ ഈ മഞ്ഞ കളർ ഗ്രില്ല് കാണുന്ന പോർഷനിലെ അത് നമുക്ക് വരുന്നത് കറക്റ്റായിട്ട് 4.6 സെൻറ്റിമീറ്റർ വീതിയും 3.5 സെൻറ്റിമീറ്റർ സെൻറ്ററിലെ പൊക്കവും 3 സെൻറ്റിമീറ്റർ 2 എഡ്ജിലെ പൊക്കമാണ്. അതുപോലെ ഈ ഹെഡ്ലൈറ്റിൻ്റെ പോർഷൻ്റെ ഒരു സൈസ് എന്ന് പറയുന്നത് 1.8ഉം 1.8ഉം ആണ് സ്ക്വയർ. ഇങ്ങനെയാണ് വരുന്നത്, കണ്ടോ, ഇതാണ് അതിൻ്റെ സൈസ്. അതുപോലെ ഈ റൂട്ട് ബോർഡ് ഇത് ഏറ്റവും ടോപ്പിൽ ആണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് 5.4ഉം പൊക്കം 1.6ഉമാണ്. അതിൽ നമുക്കൊരു 3.5 സെൻറ്റിമീറ്റർ നീളത്തിൽ ആണ് നമുക്ക് ഈ ഒരു റൂട്ട് ബോർഡും അതിൻ്റെ ഒരു ചെറിയ നമ്പർ വരുന്ന പോർഷനിലാണ് ഈ ഒരു ചെറിയ ഇത് വിട്ടിരിക്കുന്നത്, ആണോ, ഇങ്ങനെയാണ് അതിൻ്റെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്വാർട്ടർ ഗ്ലാസ് എന്ന് പറയുന്നത്, ഫ്രണ്ട് ക്വാർട്ടർ ഗ്ലാസ് എന്ന് പറയുന്നത് ഇങ്ങനെ വന്ന് ഇങ്ങനെ ഒരു ടേപ്പറായിട്ട് ആണ് വരുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ നോക്കുമ്പോൾ വണ്ടിയുടെ വീതി, ഇവിടെ ഗ്ലാസിൻ്റെ വീതി ഇത്രയേ ഉള്ളൂ. പക്ഷേ കൗളിൻ്റെ വീതിയിൽ ഈ ഒരു ഫ്രണ്ട് പോർഷൻ ഇത്രയും വരും, 13 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ വരുമ്പോൾ 11.2 സെൻറ്റിമീറ്ററാണ് നമുക്ക് ഈ ഗ്ലാസിൻ്റെ എൻഡ് ടു ഈ ഗ്ലാസിൻ്റെ എൻഡ് വരെ വരുന്നത്. ഓക്കെ,
അതുപോലെ തന്നെ നമ്മൾ ബാക്കിലേക്ക് കിടക്കുകയാണെങ്കിൽ ബാക്കിൽ ഇതേപോലെ 2 ഗ്ലാസും ഈ ഫ്രണ്ടിൽ ഈ ഒരു നമ്മുടെ റൂട്ട് ബോർഡ് ഫ്രണ്ടിൽ വെച്ച അതേ അളവ് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഈ ഗ്ലാസ്സിന് മാത്രം അളവ് വരുന്നത് 3.7 സെൻറ്റിമീറ്റർ താഴത്തെ നീളവും പൊക്കം വരുന്നത് നമുക്ക് ഇത് അളന്ന് നോക്കട്ടെ. പൊക്കം വരുന്നത് നമുക്ക് 2.8 സെൻറ്റിമീറ്റർ പൊക്കവും ആണ് വരുന്നത് കംപ്ലീറ്റ്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു കർവായിട്ട് ഇങ്ങനെ ഒരു കർവ് ഷേപ്പ്. ഇതാണ് ബാക്ക് പോർഷൻ. പിന്നെ ഇത് ടോപ്പ് ഒട്ടിക്കുന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതും കൂടെ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഒരു സംഭവം കാണിക്കാമെന്ന് പറഞ്ഞില്ലേ, അത് വേറൊന്നുമല്ല, നമ്മുടെ ചേസ് വണ്ടിയിലേക്കൊന്ന് ഫിറ്റ് ചെയ്തിട്ട് കാണിച്ചതാണ്. ഇതിപ്പോൾ ഒട്ടിച്ചിട്ടില്ല, ജസ്റ്റ് ഇതാ ഇങ്ങനെ എടുക്കാം, കണ്ടോ. അപ്പോൾ ഇതെന്തിനാണ് ഞാനിപ്പോൾ ഇത് കാണിച്ചതെന്ന് വെച്ചാൽ, ഈ വണ്ടിക്ക് ചില പ്രത്യേകതകളുണ്ട്. ഒന്ന്, ഈ ഫ്രണ്ട് വീല് അത് വളരെ ഉള്ളിലോട്ട് കയറിയിട്ടായിരിക്കും ഇരിക്കുക. ബാക്ക് വീല് പോലെ ഇങ്ങനെ നേരെ ഒരു ലെവലോ അല്ലെങ്കിൽ ഇതിനേക്കാളും ഒരല്പം ബാക്ക് വീലൊക്കെ കുറച്ചൊരു സൈഡ് ബോഡിയിൽ നിന്ന് കുറച്ചൊരു അകത്തോട്ടായിരിക്കും ഇരിക്കുക. അതിനേക്കാളും കൂടുതലായിട്ടായിരിക്കും ഈ ഫ്രണ്ട് വീല് കയറിയിരിക്കുക. പഴയ ടാറ്റ മോഡൽ വണ്ടികൾക്ക് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, അതിൻ്റെ ഫ്രണ്ട് വീല് കുറച്ചുകൂടെ ഉള്ളിലായിരിക്കും ലെയ്ലാൻഡിനെ അപേക്ഷിച്ച്. അപ്പോൾ ആ ടാറ്റയുടെ പണ്ടത്തെ മോഡലിനേക്കാളും ഒരല്പം കൂടെ അകത്തോട്ട് കയറിയിട്ടാണ് ഈ ഒരു മോഡലിൻ്റെ ടയർ ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വീൽ ബേസ് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. നമുക്ക് കറക്റ്റ് 26 സെൻറ്റിമീറ്ററാണ് വീൽ ബേസ് വരുന്നത്. അതായത് ഈ ഒരു ഫ്രണ്ട് വീലിൻ്റെ സെൻറ്റർ ടു ബാക്ക് വീലിൻ്റെ സെൻറ്റർ വരെ. അപ്പോൾ ഇതിൽ നമുക്ക് ഇതിൻ്റെ വീൽ ഡ്രമ്മും കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം ഇതെല്ലാം ഒട്ടിക്കാൻ. അപ്പോൾ ചേസ് ഇതാ ഞാനിതിലൊന്ന് വെച്ച് കാണിച്ചതേ ഉള്ളൂ. ചേസ് ഇതാണ്. അപ്പോൾ ഈ ഒരു ചേസ് നമ്മൾ ചെയ്തിരിക്കുന്നത് ടയറിൻ്റെ സൈസ് 5 സെൻറ്റിമീറ്ററാണ്. ടയറിൻ്റെ സൈസ് 1.2 ആണ് തിക്നെസ്. അപ്പോൾ ഇതിൻ്റെ ടയറിൽ നമുക്ക് 4 ടയറിനും, അതായത് ഈ ഉള്ളിലുള്ള 2 ടയർ, ഈ ഫ്രണ്ടിലെ 2 ടയറിനും നമ്മൾ ബെയറിംഗ് ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ബെയറിങ്ങിൻ്റെ നമ്പർ 634 എന്നൊരു പുതിയ നമ്പറാണ്. ഒരു ചെറിയ ടൈപ്പ് ബെയറിംഗ് ആണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ സിമ്പിൾ. അതിൻ്റെ ഉള്ളിൽ, ആ ബെയറിങ്ങിൻ്റെ ഉള്ളിലെ നമ്മുടെ ആ ഒരു ഡയ എന്ന് പറയുന്നത് 4 mm ആണ്. അപ്പോൾ എനിക്കത് വളരെ സ്യൂട്ടായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ആ സൈസിൽ ഉള്ള ബെയറിങ് ഉപയോഗിച്ചത്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ബാക്ക് വീല്, ഫ്രണ്ട് വീല്, ഇതിൻ്റെ റൊട്ടേഷൻ. ഓക്കെ, ഇനി ഇതിൻ്റെ കുറച്ച് വർക്കുകളും കൂടെ ഉണ്ട്. അതും കൂടെ കഴിഞ്ഞാൽ ചേസും ഇതിലേക്ക് നമുക്ക് ഒട്ടിച്ചെടുക്കണം. കണ്ടോ, ഇങ്ങനെ വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ സംഭവം. അപ്പോൾ ഞാനിന്ന് പെയിൻറ്റിങ്ങിലേക്കും കൂടെ കടക്കുകയാണ്. അപ്പോൾ അതിനു മുമ്പായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ വരുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കണ്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, കമൻറ്റായിട്ട് ചോദിക്കാം. എൻ്റെ വാട്സപ്പ് നമ്പറാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ അതും കൂടെ ഞങ്ങൾക്ക് ചോദിച്ചറിയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടി ചെയ്ത് ഫിനിഷ് ചെയ്ത് നമ്മൾ കൊടുക്കുന്ന ഒരു വീഡിയോയും കൂടെ നമ്മൾ വരുന്നതാണ് നമ്മുടെ ചാനലിൽ. അപ്പോൾ ഈ ഒരു വണ്ടി എങ്ങോട്ടാണെന്ന് വെച്ചാൽ ബാംഗ്ലൂർക്കാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലല്ല, മലയാളിയാണ്, പക്ഷേ അദ്ദേഹം വർക്ക് ചെയ്യണത് ബാംഗ്ലൂരാണ്. അദ്ദേഹം എന്ന് പറഞ്ഞാൽ കുറച്ച് മുതിർന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വളരെ ഒരു കേസിൽ നമ്മൾക്ക് തന്നിരിക്കുന്ന ഓർഡറാണ്. ഡോക്ടർ ബാലമുരളീകൃഷ്ണ എന്ന് പറഞ്ഞ ആളാണ്. ബാലമുരളീകൃഷ്ണ എന്ന് പറഞ്ഞ ആളാണ്. ആ സാറിന് വേണ്ടിയിട്ടാണ് ഈ വണ്ടി ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് ബാംഗ്ലൂർ കൊണ്ടുപോകുന്ന വീഡിയോയും കൂടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ.